കഴിഞ്ഞ ദിവസം മലയാളി വാർത്ത പാലായിലെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിലേക്ക് പോയിരുന്നു. അതായത് സുരേഷ് ഗോപി 48 മണിക്കൂർ കൊണ്ട് ജെയിംസ് വടക്കൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മരുമകൻ ആ പെട്രോൾ പമ്പിൽ വാഹനം ഡീസൽ അടിക്കാനായി കൊണ്ടുപോയപ്പോൾ അതിൽ വെള്ളം ചേർന്നിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ വാഹനം കേടായി. അത് സുരേഷ് ഗോപിയോട് പറഞ്ഞു. 48 മണിക്കൂർ കൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി എന്നുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മലയാളി വാർത്ത അവിടെ എത്തുന്നത്. ആ പമ്പിന്റെ മാനേജറോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് ഒരു അനുഭവവും ആർക്കും ഉണ്ടായിട്ടില്ല എന്നാണ് അയാൾ മലയാളി വാർത്തയോട് പറഞ്ഞത്. പക്ഷേ അയാൾ പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു എന്നതിന്റെ തെളിവാണ് ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെക്കുന്നത്. അതേ ദിവസം തന്നെ ഉച്ചയ്ക്ക് 2:30 മറ്റൊരാൾക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തെളിവ് സഹിതം അദ്ദേഹം മലയാളി വാർത്തയോട് പറയുന്ന കാര്യങ്ങൾ അതാണ് ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അത് കേട്ടു നോക്കുക. ഹലോ. ഹലോ. എന്റെ പേര് ധന്യ എന്നാണ്. ഞാൻ മലയാളി വാർത്തയുടെ റിപ്പോർട്ടറാണ്. ഓക്കെ. ഈ ഞങ്ങൾ ഇന്ന് ആ പമ്പിൽ പോയിട്ടുണ്ടായിരുന്നു. ആ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ ആ പമ്പുകാർ പറഞ്ഞത് ഇതിന് മുമ്പേ ഇങ്ങനെ ഈ ജെയിംസ് വടക്കൻ സാറിന്റെതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം മാത്രമേ നടന്നിട്ടുള്ളൂ. വേറെ ഒരു പ്രശ്നവും ഇതുമായി ബന്ധപ്പെട്ട ആ പമ്പിൽ നടന്നിട്ടില്ലെന്നാണ് അവർ ഉറപ്പിച്ച് പറഞ്ഞത്. ഞങ്ങളുടെ ലൈവായിട്ട് പോയിട്ടുണ്ട് ആ സാധനം. ഞങ്ങളത് എടുത്തെടുത്ത് ചോദിച്ചിട്ടുണ്ട്. വേറെ ആർക്കെങ്കിലും ഇതുപോലെ നിങ്ങളുടെ പമ്പിൽ നിന്ന് ഇതൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് അവര് തറപ്പിച്ച് പറഞ്ഞത്. അപ്പൊ ഇതിപ്പോ നിങ്ങളുടെ പൈസ തന്ന് ഒതുക്കാൻ ശ്രമിച്ചായിരുന്നോ? എന്നോട് ഞാൻ പമ്പിൽ എന്നെ വിളിച്ചു വരുത്തി. എന്നോടൊന്ന് ഇരുന്ന് ഫോണിൽ കൂടെ സംസാരിച്ചാൽ ശരിയാവില്ല, നേരിട്ടൊന്ന് സംസാരിക്കണം. ഇന്നാണോ? ഇന്നും 2 ദിവസം പോയി. ഇന്നലെയും പോയി, ഇന്നും പോയി. ഓക്കെ. ഇന്ന് എന്നോട് പോയിട്ട് പറഞ്ഞു എന്റെ ബില്ലും കാര്യങ്ങളും എല്ലാം അയച്ചു കൊടുത്തു. ഞാൻ എല്ലാം ജെനുവിനാണ്. ഹുണ്ടയുടെ ഷോറൂമിൽ നിന്ന് പക്കാ തന്ന് 4 ഫ്യൂൽ ഇഞ്ചക്ടർ അടിച്ചു പോയി വണ്ടിയുടെ. അതില് ഡീസൽ എടുത്ത് കളഞ്ഞിട്ടുള്ള എടുത്ത് വെച്ചിട്ടുണ്ട്. അതില് പ്യുവർ വാട്ടർ മിക്സ്ഡ് ആണ്. ഓക്കെ. അതില് ഞാനിപ്പം എല്ലാ റെസിപ്റ്റും ഉണ്ട്. ഞാൻ പമ്പിൽ നിന്ന് അടിച്ചതിന്റെ മറ്റേ പേയ്മെന്റ് കൊടുത്തതിന്റെ ക്രെഡിറ്റ് കാർഡിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പിന്നെ ഹുണ്ടയിൽ വണ്ടി ഫ്യൂവൽ ടാങ്ക് ക്ലീൻ ചെയ്തതിന്റെ ഫ്യൂൽ ഇഞ്ചക്ടർ റിപ്പയർ ചെയ്തതിന്റെ ബില്ലുണ്ട്. പിന്നെ വണ്ടി ക്രെയിൻ കെട്ടി സെയിം ഡേ തന്നെ വണ്ടി ക്രെയിൻ കെട്ടി വലിച്ചോണ്ട് പോയതിന്റെ റെസിപ്റ്റ് ഉണ്ട്. എല്ലാ പ്രൂഫും ഉണ്ട് കയ്യില്. നിങ്ങളെ സ്വാധീനിക്കാൻ ഈ പമ്പുകാർ ശ്രമിച്ചായിരുന്നോ? പറഞ്ഞു. ഞാൻ ഇന്ന് ചെന്ന് കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു എനിക്ക് വണ്ടി മൊത്തം പണിതത് 22,478 ആയി. ഓക്കെ. അപ്പൊ അവര് പറഞ്ഞു 15,000 രൂപ അവര് ക്യാഷ് ആയിട്ട് തരാന്ന് പറഞ്ഞു. മൊത്തം 22,478 രൂപ നിങ്ങൾക്ക് ചെലവായി. ഓക്കെ. 15,000 രൂപ ക്യാഷ് ആയിട്ട് തരാന്ന് പറഞ്ഞു. ഓക്കെ. പിന്നെ ബാക്കി പൈസ 5,000 രൂപ അവര് അതിൽ 5,000 രൂപ ഓരോ ആഴ്ചയിലും വന്ന് ഡീസൽ അടിച്ചോളാൻ പറഞ്ഞു. 1000 രൂപയ്ക്ക് അങ്ങനെ 5 ആഴ്ച അടിച്ചോളാൻ പറഞ്ഞു. ഓക്കെ. അപ്പൊ 20,000 ആയി. ബാക്കി 2,478 രൂപ ടോ ചാർജ് ആയിരുന്നു. മറ്റേ ക്രെയിൻ കെട്ടി വലിച്ച ആ പൈസ അവർക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ എത്ര മണിക്കാണ് ഈ പമ്പിൽ എത്തിയത്? 2:15 ഞാൻ പേയ്മെന്റ് ചെയ്തത്. ഈ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ച ഉടനെ ഈ ഇത് പച്ചവെള്ളമാണെന്നാണോ മനസ്സിലായത്, അതോ വണ്ടി പിന്നീട് അനങ്ങിയിട്ടില്ല? അല്ലല്ല, ഞാൻ ഡീസലാണ് അടിച്ചത്. ഡീസലാണ് അടിച്ചത്. ഡീസൽ അടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ 1,550 രൂപയ്ക്ക് ഡീസൽ അടിച്ചു. അടിച്ചു കഴിഞ്ഞ് വണ്ടി എടുത്തപ്പോ തന്നെ ഒരു മിസ്സിംഗ് പോലെ തോന്നി. ഇൻഡിക്കേറ്റർ ഒക്കെ തെളിഞ്ഞായിരുന്നു. മറ്റേ എന്റെ വണ്ടി ഫുൾ സെൻസറാണ്. ഒരു ശബ്ദവും പിന്നെ നമ്മുടെ ഈ എഞ്ചിന്റെ ഒരു ലൈറ്റ് തെളിഞ്ഞ് വന്നായിരുന്നു. പക്ഷെ അത് ഞാൻ കാര്യമാക്കിയില്ല. അപ്പൊ ഞാൻ ഈ വണ്ടി നമ്മൾ ഓഫ് ചെയ്തിട്ടോ നമ്മുടെ താക്കോല് കീ ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കുമ്പോൾ എല്ലാ ലൈറ്റും ഒരുമിച്ച് അങ്ങ് തെളിയും. ഓക്കെ. ഞാനത് കാര്യമാക്കിയില്ല. ഞാനത് എടുത്തോണ്ട് പോയിട്ട് ഒരു 3-4 കിലോമീറ്റർ വണ്ടി സഡൻലി നിന്നുപോയി. ഓക്കെ. നമ്മൾ ഈ ഡീസൽ തീരുന്ന നിന്നുപോയില്ലേ, അതുപോലെ നിന്നുപോയി. പിന്നെ എന്ത് ചെയ്താലും വണ്ടി സ്റ്റാർട്ട് ആവില്ല. എന്നിട്ട് ഞാൻ ഹുണ്ടയുടെ ഷോറൂമിൽ വിളിച്ചു റോഡ് അസിസ്റ്റന്റിന്. അപ്പൊ അവിടെ ഞാൻ കുറെ നേരം വെയിറ്റ് ചെയ്തു. അവര് റോഡ് അസിസ്റ്റന്റ് വന്നു കഴിഞ്ഞപ്പോ അവർക്കൊരു കംപ്ലൈന്റ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷെ റീഡിങ് അര ടാങ്ക് അടുത്ത് ഡീസൽ കാണിച്ചു. അര ടാങ്കിൽ ഒരു 3-4 കട്ട കാണിച്ചു ഡീസൽ കാണിക്കുന്നുണ്ട്. പക്ഷെ വണ്ടി ബാറ്ററി പുത്ത ബാറ്ററിയാണ്. ബാറ്ററിയുടെ കംപ്ലൈന്റ് അല്ലാന്ന് അവർ പറഞ്ഞു. പുതിയ ബാറ്ററി ആയതുകൊണ്ട് ബാറ്ററി കംപ്ലൈന്റ് അല്ല. അപ്പൊ അവര് പറഞ്ഞു റോഡ് അസിസ്റ്റന്റ് 3 പേര് വന്നിട്ടുണ്ടായിരുന്നു ഒരു കാറില്. അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ അവര് പറഞ്ഞു നമുക്കിത് എന്താണ് സംഭവം എന്ന് മനസ്സിലായിട്ടില്ല, നമുക്ക് വണ്ടി ഷോറൂമിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. അപ്പം അവര് തന്നെ ഷോറൂമുകാർ തന്നെ അറേഞ്ച് ചെയ്തു ക്രെയിൻ. ഓക്കെ. ക്രെയിൻ ടോ അറേഞ്ച് ചെയ്തിട്ട് അവര് തന്നെ വണ്ടി കെട്ടി വലിച്ചോളൂ. അതിന്റെ ബില്ലെല്ലാം ഉണ്ട് എന്റെ കയ്യില്. കെട്ടി വലിച്ച് ഞാൻ ഒപ്പിട്ട് കൊടുത്ത് ഷോറൂമിൽ കൊണ്ടുപോയിട്ട് 18-ാം തീയതി അവര് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ 18-ാം തീയതി വണ്ടി സെൻസർ വെച്ച് വണ്ടി ചെക്ക് ചെയ്തപ്പോ അവർക്ക് സെൻസർ കാണിച്ചത് ഫ്യൂവലിന്റെ ഇഷ്യൂസ് ആണ് കാണിച്ചത്. അപ്പൊ എന്നെ ഹുണ്ടയിൽ വിളിച്ചിട്ട് പറഞ്ഞു സാർ ഫ്യൂവലിന്റെ ഇഷ്യൂ ആണ് കാണിക്കണം, എന്താണെന്ന് അറിയില്ല, ഞങ്ങൾ ഫ്യൂവൽ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവര് കുപ്പിയിലേക്ക് ഊറ്റി അതിന്റെ ഫോട്ടോ അയച്ചിട്ടുണ്ട്.
ഊറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു സാർ ഈ ഫ്യൂവലിന്റെ കളർ വ്യത്യാസമുണ്ട്, ഈ ഫ്യൂവലിൽ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. എന്നിട്ട് അവർ പറഞ്ഞു സാർ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഫ്യൂവൽ മൊത്തം മാറ്റിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. ഫ്യൂവൽ മാറ്റിയിട്ട് വേറെ ഫ്യൂവൽ നോക്കി കഴിഞ്ഞപ്പോഴും വണ്ടി സ്റ്റാർട്ടാവില്ല. പിന്നെയാണ് ഫർദർ വെരിഫിക്കേഷൻ നോക്കി കഴിഞ്ഞപ്പോഴാണ് 4 ഫ്യൂവൽ ഇഞ്ചക്ടർ ഈ ഡീസലിന്റെ ഇത് കാരണം 4 ഫ്യൂവൽ ഇഞ്ചക്ടർ അടിച്ചുപോയി. പിന്നെ ഡീസലിന്റെ ഫിൽറ്ററും അടിച്ചുപോയി, ഡീസൽ ഫിൽറ്റർ അതും പോയി, കംപ്ലൈന്റ് ആയി. അപ്പൊ അവര് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു 100% അവര് പറഞ്ഞു 4 ഫ്യൂവൽ ഇഞ്ചക്ടർ, അത് പുതിയ ഉണ്ടയുടെ വണ്ടിയിൽ 4 ഫ്യൂവൽ ഇഞ്ചക്ടർ അറ്റ് എ ടൈം അടിച്ചു പോകണമെങ്കിൽ ഫ്യൂവലിന്റെ പ്രശ്നം ഇഷ്യൂ തന്നെയാണ്. കാരണം ഒരു പ്രശ്നമില്ലാണ്ട് ഓടിച്ചുകൊണ്ട് പോയ വണ്ടിയാണ്. പമ്പിൽ ചെന്നത് കൂളായിട്ട് ഡീസൽ അടിച്ച് ഒരു 3 കിലോമീറ്റർ വണ്ടി നിന്ന് പോയി സ്റ്റാർട്ട് ആവണില്ല, ഫ്യൂവൽ പ്രശ്നമാണെന്ന് പറഞ്ഞു. അവർ ആ ഫ്യൂവൽ എടുത്ത് കളഞ്ഞിട്ടില്ല. അവർ 100% ഒപ്പിട്ട് പറഞ്ഞിട്ടുണ്ട് ഫ്യൂവൽ ഇഷ്യൂ ആണ്, ആ ഫ്യൂവൽ എടുത്ത് കളഞ്ഞിട്ടില്ല, അതൊരു ജാറിൽ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഫ്യൂവലിന്റെ പുറത്ത് ഞാൻ ഒരു ഫ്യൂവൽ ഇഞ്ചക്ടറിന് ഹുണ്ടയുടെ വെന്യൂവിന്റെ പുതിയ വണ്ടിയുടെ ഫ്യൂവൽ ഇഞ്ചക്ടറിന് ഒരെണ്ണത്തിന് 22,000 ആവും. അങ്ങനെ 4 എണ്ണം ശരിക്കും പുതിയത് റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ 1 lakhന്റെ അടുത്ത് റുപ്പീസ് ആവും. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പമ്പുകാരെ വിളിച്ചു. അപ്പൊ തന്നെ ചേട്ടാ അത് ഇങ്ങനെയാണ് പ്രശ്നം. അവർ പറഞ്ഞു 30-ാം തീയതി ഞങ്ങളുടെ പമ്പിൽ വെള്ളം കയറിയായിരുന്നു, ഞങ്ങൾ അത് 2 ലക്ഷം രൂപ കൊടുത്ത് ക്ലിയർ ചെയ്തായിരുന്നു പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഒട്ടും വെള്ളത്തിന്റെ അംശമില്ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ല, കാരണം 4 ഫ്യൂവൽ ഇഞ്ചക്ടർ പോകണമെങ്കിൽ ഇതാന്ന് പറഞ്ഞിട്ട് അപ്പം അവർ സമ്മതിച്ചില്ല. എന്നിട്ട് ഞാൻ പമ്പുകാരോട് ഫ്യൂവൽ ഇഞ്ചക്ടർ അയച്ചിട്ട് പുറത്ത് ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. പുറത്ത് ചെയ്യിപ്പിച്ചിട്ട് എല്ലാ ആൾക്കാരും പറഞ്ഞത്, ആ ചെയ്യിപ്പിച്ച ആൾക്കാരും ഷോറൂമിൽ നിന്ന് പറഞ്ഞതും അതിന്റെ വാൽവ്, ഡീസലിന്റെ ആ ഫ്യൂവൽ ഇഞ്ചക്ടറിന്റെ വാൽവ് വരെ കംപ്ലൈന്റ്, മൊത്തത്തിൽ കംപ്ലൈന്റ് ആയി 4 എണ്ണത്തിന്റെ. അതെല്ലാം റിപ്പയർ ചെയ്തിട്ട് അവർ പറഞ്ഞു ഫ്യൂവലിന്റെ ഇഷ്യൂസ് ആണ്. അത് കഴിയുമ്പോഴാണ് ഈ ന്യൂസ് വരുന്നത്, ന്യൂസ് കാണുന്നത്. ഓക്കെ, അപ്പോഴും എന്റെ വണ്ടി ഷോറൂമിൽ തന്നെയാണ്, പണി കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ അതും സാറ് അടിച്ചതും 17-ാം തീയതി, ഞാനും അടിച്ചതും 17-ാം തീയതി, സെയിം ഡേ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞപ്പോ ഇന്ന് ഞാൻ പമ്പിൽ ചെന്നപ്പോ അവരെന്നോട് പറഞ്ഞെന്നറിയോ, നിങ്ങളൊരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവണം. കാരണം നാളെ വേറെ ആൾക്കാർ വരുമ്പോൾ ഞങ്ങൾ ഇതുപോലെ പൈസ കൊടുക്കണ്ട. ഇപ്പൊ തന്നെ 2 lakhs സംതിങ് ഞങ്ങളുടെ ഇത് പോയിട്ടിരിക്കുവാണ്. നാളെ ആൾക്കാർ വരുമ്പോൾ ഞങ്ങൾക്ക് ഇനി പൈസ കൊടുക്കേണ്ടി വരും. ഞങ്ങൾക്ക് ഒന്നാം നഷ്ടത്തിലാണ് പോകുന്നത്. ഞങ്ങൾക്ക് 2 രൂപ ഡീസലിന് 2 രൂപ 40 പൈസയും പെട്രോളിന് 2 രൂപ 95 പൈസയുണ്ട് ഞങ്ങൾക്ക് പ്രോഫിറ്റ് ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. നിങ്ങളൊരു ഇതിന് തയ്യാറാവണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു 15,000 രൂപ ക്യാഷ് ആയിട്ട് ഇപ്പൊ തരാം, ബാക്കി 1,000 രൂപ വെച്ച് 5 ആഴ്ച വന്ന് ഒരാഴ്ചയിൽ 1,000 രൂപ വെച്ച് അടിച്ചു, ഞങ്ങളത് വേറെ ഏതെങ്കിലും കയറ്റി വിട്ടോളാം എന്ന് പറഞ്ഞു. എന്തോ പേയ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടോളാം, അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു. ടോയുടെ പൈസ നിങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അതിന് സാറ്റിസ്ഫൈഡ് അല്ല, സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു വേറൊരാൾ കംപ്ലൈന്റ് പറഞ്ഞു വരില്ലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അതെനിക്ക് അറിയില്ല, കാരണം ഇപ്പൊ ഞാൻ വന്നത് കംപ്ലൈന്റ് ചെയ്ത് പറഞ്ഞത് വേറെ ആൾക്കാർക്ക് അറിയില്ല, വേറെ ആൾക്കാർ വരണമെന്ന് എനിക്കും അറിയില്ല. ഇങ്ങനത്തെ ആൾക്കാരോട് പറഞ്ഞു തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവര് മറ്റേ ഞാൻ ചോദിച്ചു അപ്പൊ ഇങ്ങനെ ന്യൂസിൽ വന്നത് എന്തിനാന്ന് വെച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു അയാൾ എന്തൊരു മനുഷ്യനാണ്, അയാള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, പൈസ വാങ്ങിച്ചിട്ട് അയാൾ ഇങ്ങനത്തെ കാണിക്കേണ്ട ആവശ്യമില്ല, പത്രത്തിൽ കൊടുക്കുന്ന മോശമാണ്. ഞാൻ പറഞ്ഞു അയാൾ കാണിച്ചത് നല്ല കാര്യമാണ്, കാരണം വേറെ എത്ര ആൾക്കാർക്ക് വണ്ടിക്ക് ഇങ്ങനെ പറ്റില്ല, ചില ആൾക്കാർക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല കംപ്ലൈന്റ് വന്ന്. അത് മോശം പരിപാടിയാന്ന് പറഞ്ഞു. പരാതി കൊടുത്തിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? ഞാനിപ്പോ ഇന്ന് അവരോട് സംസാരിച്ചു. ഞാൻ നാളെ പരാതി കൊടുക്കാന്ന് ഓർത്തോണ്ടാണ് ഇരിക്കുന്നത്, പോവാൻ വേണ്ടി. അതെ, കൺസ്യൂമർ കോർട്ടിൽ ഞാൻ സുരേഷ് ഗോപിയുടെ ഒഫീഷ്യൽ മെയിലിലേക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. അതോ സുരേഷ് ഗോപിക്കാണോ പരാതി കൊടുക്കുന്നത്? ഞാൻ സുരേഷ് സാറിന്റെ എനിക്ക് മറ്റേ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ മെയിലിലേക്ക് ഞാനൊരു മെയിൽ അയച്ചിട്ടുണ്ട്. അതെ, ബില്ലെല്ലാം വെച്ചിട്ട്. അതിനെന്തെങ്കിലും മറുപടി വന്നിട്ടുണ്ടോ? ഇല്ല, റിപ്ലൈ വന്നിട്ടില്ല. ഇന്ന് തന്നെ. ഇന്ന് തന്നെ.